ചെയ്യും, ഏതറ്റം വരെയും പോകും, ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. ഇത് സത്യം, സത്യം, സത്യം. ലൂസിഫർ യജമാനൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. യുവജനങ്ങളെയും കുട്ടികളെയും സ്വാധീനിക്കുക, അവരുടെ മനസ്സുകളെ കീഴടക്കുക. ആധുനിക മാധ്യമ സാധ്യതകൾ ഉപയോഗിച്ച് അവരെ നരകപുത്രന്മാരും പുത്രികളുമാക്കുക. ധ്യാനകേന്ദ്രങ്ങളും കരിസ്മാറ്റിക് പ്രാർത്ഥനകളും നമുക്കെതിരെ കരുനീക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ യേശുമാർഗം ഏറെ പ്രചരിച്ചിരിക്കുന്നു. അത് നമുക്ക് ഭീഷണിയാണ്. ഇവിടെ അടുത്ത് കാർലോ അക്കിറ്റസ് എന്നൊരു പയ്യനുണ്ട്. അവൻ കുർബാനയിൽ യേശു സാന്നിധ്യം തിരിച്ചറിയുകയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്ത്? അത് ആപത്താണല്ലോ. നമ്മുടെ നരക സാമ്രാജ്യത്തിന് അതൊരു ഭീഷണിയായാലോ? നമ്മുടെ നരക സാമ്രാജ്യത്തിന് അതൊരു ഭീഷണിയായാലോ? അവൻ സാധാരണക്കാരനല്ല. വിശുദ്ധ കുർബാനയിൽ അവൻ യേശു സാന്നിധ്യം തിരിച്ചറിയും, ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇതിനൊരു വഴിയുണ്ട്. കാർലോയുടെ ആത്മാർത്ഥ സുഹൃത്തായ റോബോട്ടിനെ നമ്മുടെ എടുത്തുകൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കിനി പാഴാക്കാൻ സമയമില്ല. വരൂ, നമുക്ക് കൗമാര യവന മനസ്സുകളിലേക്ക് വ്യാപരിക്കാം. കൂട്ടുകാരെ, ദുഃഖങ്ങൾ നമ്മിലേക്ക് ചിരിക്കുന്നു, സന്തോഷവും സമാധാനവും നമ്മെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. അവൻ തുടങ്ങി അങ്ങനെ സുവിശേഷം പോയി അടിപൊളിയായി ജീവിക്കണ പോലെ. റോബോട്ട്, നിനക്ക് എന്ത് പറ്റിയടാ? കുറച്ചു ദിവസമായി നീ ആകെ മാറിയിരിക്കുന്നുവല്ലോ. സോഷ്യൽ മീഡിയയുടെ ചതിയിൽ അകപ്പെട്ടു പോയെന്നാണ് എന്റെ സംശയം. സാത്താൻ കെണിയൊരുക്കി നമ്മുടെ പിന്നാലെയുണ്ട്. വിശുദ്ധ കുർബാനയും ജപമാരും വഴി നമുക്ക് സാത്താനെ തോൽപ്പിക്കാൻ സാധിക്കും. പിശാച് പിടിച്ചത് നിന്നെ വെക്കുക, എന്നെ പിശാചൻ പിടിച്ചതില്ല. ഇവൻ പിശാചിന്റെ കീഴിൽ പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് എന്റെ സംശയം. റോബർട്ടെ, നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? മുമ്പ് കണ്ട റോബർട്ടല്ലല്ലോ നീ ഇപ്പോൾ. നീ എന്തെങ്കിലും പാപത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ നീ കുമ്പസാരിക്കണം. കുമ്പസരിക്കാൻ മാത്രം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതനുസരിക്കൂ റോബർട്ട്. കുമ്പസാരത്തിലൂടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കും. എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പാപത്തിൽ തന്നെ വീണ് നശിച്ചു പോവുകയാണ് ചെയ്യുക. പോയി കുമ്പസാരിക്കടാ മോനെ. ഞാൻ കുമ്പസരിച്ചിട്ട് ഒരു മാസം പോലും ആയില്ല. മോനെ, ഒരു കൊച്ചു പാപം പോലും മനസ്സിൽ വെച്ച് താലോലിക്കരുത്. പരിശുദ്ധ പാപ്പയെ നോക്ക്, അദ്ദേഹം ആഴ്ചയിൽ 2-3 പ്രാവശ്യമാണ് കുമ്പസാരിക്കുന്നത്. അതിന് നമ്മൾ റോം വരെ പോകേണ്ടേ? നീ ഈ കാർലോനെ നോക്കിയാൽ മതി. 7ാം വയസ്സിൽ കുർബാന സ്വീകരിക്കുകയും അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈശോയെ അർപ്പിക്കാതെ കുമ്പസാരിക്കുകയും എന്നോട് നീ സുവിശേഷം കുമ്പസാരം എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിന്നോട് ഞാൻ കണ്ടില്ല. ഗുഡ് ബൈ. കൂട്ടുകാരെ, അന്നത്തെ വേളയിൽ ഈശോ ഉപേക്ഷിച്ചു പോയ ശിഷ്യനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പോകാം, നമുക്ക് ചാപ്പലേക്ക് പോയി ഈശോയെ ആരാധിക്കാം. മാസങ്ങൾ പലതും കഴിഞ്ഞു. കാർലോ അക്കിറ്റസ് മാരക രക്താർബുദ ബാധിതനായി വേദനയുടെ പാരമ്യത്തിൽ കഴിയുന്നു.
മൈക്ക് കൊണ്ട് കൊടുക്ക്, 2 മൈക്ക് വെച്ചിട്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 156 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അതാത്